السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നമ്മുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടോർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാരെ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബഖറയിലുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്, വിശദീകരണം ചെയ്യുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തഅലം അന്നല്ലാഹ ലഹു മുൽകുസ് സമാവാതി വൽ അർദ് وما لكم من دون الله من ولي ولا نصير. അലം തഅലം അന്നല്ലാഹ ലഹു മുൽകുസ് സമാവാതി വൽ അർദ്. പ്രവാചകർ നബിയോട് ചോദിക്കുന്നു, നബിയെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അല്ലാഹുവിനാകുന്നു ആകാശഭൂമികളിലൂടെ എല്ലാത്തിൻ്റെയും ആധിപത്യം. ഉടമസ്ഥാവകാശം ആർക്കാണ്? അത് അല്ലാഹുവിനാണ്. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അല്ലാഹുവിനെ കൂടാതെ ഒരു രക്ഷകനും സഹായിയും നിങ്ങൾക്ക് ഇല്ല എന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? അലം തഅലം അന്നല്ലാഹ ലഹു മുൽകുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളിലും ആധിപത്യം ആർക്കാണ്? അത് അല്ലാഹുവാണ്. യഫ്അലു മാ യശാ. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വമാ ലക്കും മിൻ ദൂനില്ലാഹി ഗൈരി. അല്ലാഹു അല്ലാത്ത ഒരു മനുഷ്യനുമില്ല. വലിയുൻ യഹ്ഫദുക്കും. നിങ്ങളെ ഹിഫ്ദ് ചെയ്യുന്ന, സൂക്ഷിക്കുന്ന, കാത്തുരക്ഷിക്കുന്ന ആരും തന്നെയില്ല. വലാ നസീർ യംനഉ അദാബഹു അങ്കും ഇന്നത്താക്കും. നിങ്ങൾക്കെന്തെങ്കിലും ശിക്ഷകൾ വന്നാൽ അതിനെ തടയുന്ന ഒരു സഹായിയും നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ചോദിക്കുകയാണ്. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. ود كثير من أهل الكتاب. അഹ്ലു കിതാബുകളിൽ നിന്ന് കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വാസികളായി മാറ്റിയെടുക്കുവാൻ വേദക്കാരിൽ അഹ്ലു കിതാബുകളിൽ മിക്കവരും ആഗ്രഹിക്കുന്നുണ്ട്. അവര് വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ ഹസദ മിൻ ഇൻദി അൻഫുസിഹിം. അപ്പോൾ നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ അഹ്ലു കിതാബികളിൽ എന്ത് ചെയ്യുന്ന ഒരു ഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ? ഹസദം മിൻ ഇൻദി അൻഫുസിഹിം. അവർക്ക് അസൂയയായിട്ടാണ് അത് ചെയ്യുന്നത്. അസൂയ നിമിത്തമാണ് അവരാ നിലപാട് സ്വീകരിക്കുന്നത്. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. അല്ലാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവർ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ്. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കിയതിന് ശേഷം, എന്നിട്ടാണ് അവർ സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും അസൂയ കൊണ്ട്, സ്വാർത്ഥപരമായ അസൂയ നിമിത്തം അവരുടെ ആ നിലപാട് സ്വീകരിക്കുന്നു. ഫഅഫു വസ്ഫഹു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ അവരോട് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സംശയമില്ലാതെ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിലുള്ള വിശ്വാസം നിങ്ങൾ യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം അസൂയ മൂലം അഹ്ലു കിതാബികൾ അഥവാ യഹൂദന്മാർ
നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്ന് നിങ്ങളെ എന്ത് ചെയ്യുന്നു, മാറ്റാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫഅഫു വസ്ഫഹു, ഫഅഫു നിങ്ങൾ അഫു ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ റബ്ബിങ്കിൽ നിന്നുള്ള ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹു അവൻ്റെ തീരുമാനം എന്താണോ അത് കൊണ്ടുവരുന്നത് വരെയും അവരോട് നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഏത് കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൃഷ്ടാവായ തമ്പുരാൻ സൃഷ്ടികളോട് ഏത് കാര്യങ്ങളും ചെയ്യുന്നതിന് കഴിവുള്ളവരാണ്. ഒരു കഴിവുകേടും അള്ളാഹുവിനില്ല. അപ്പോൾ നിങ്ങൾ സത്യവിശ്വാസം ഉൾക്കൊണ്ട്, എന്നാൽ ആ സത്യവിശ്വാസം ഉൾക്കൊണ്ടത് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ അതേ നിലയിൽ തന്നെ നിങ്ങൾ ഈ ലോകത്തോട് വിട പറയണം. എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. സത്യനിഷേധികളായ ആൾക്കാർ അഥവാ അഹ്ലു കിതാബികൾ, അവർ നിങ്ങളെ ഏത് നിലയിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, വ്യതിചലിപ്പിക്കാൻ, സത്യനിഷേധക്കാർ വിശ്വാസത്തിൽ നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അക്കാര്യം നിങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കുകയും അത് ഗൗരവത്തിൽ എടുക്കുകയും ചെയ്യണം. യാതൊരു കാരണവശാലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും സത്യനിഷേധത്തെ നിങ്ങൾ ഉൾക്കൊള്ളാൻ പാടില്ലാത്തതാണ്. കാലാനുസാരം വരുത്തുന്ന മാറ്റങ്ങൾ ആക്ഷേപമർഹിക്കയില്ലടോ തെല്ലുമേ. തത്തുല്യമാകും വ്യവസ്ഥയോ നന്മയിൽ മെച്ചമേറിയിടും പ്രമാണമോ നൽകിടും. സർവപ്രകർഷേണ വർത്തിക്കുമല്ലാഹു സർവത്ര ശക്തിമാനെന്നറിഞ്ഞില്ലയോ. ആകാശഭൂമികൾക്കെല്ലാം അതീശന ഏകനായി സർവം നിയന്ത്രിപ്പുരക്ഷകൻ. അല്ലാഹുവല്ലാതെ വേറില്ലൊരീശ്വരൻ, മറ്റാർക്കുമാവില്ല നിന്നെ തുണയ്ക്കുവാൻ. മൂസാ നബിയോടു ശാഠ്യം തുടങ്ങിനാർ മൂഢരാം ഇസ്രായേൽ ഗോത്രങ്ങൾ മുന്നവും. ആവണ്ണമിപ്പോഴും ശാഠ്യം തുടങ്ങുകിൽ പൊയ്യന്നെല്ലർത്ഥങ്ങൾ താനേയുതിർന്നിടും. വ്യക്തമായി നിങ്ങളോടോരുന്ന സത്യമാം സിദ്ധാന്തമേതും നിരാകരിച്ചിടല. സത്യം നിരാകരിച്ചിടുന്ന മാനവൻ സന്മാർഗബോധം ത്യജിച്ചെന്നു നിർണയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മണ്ണം മറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നാഫിയായ ഓർമ്മ ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും കൊടുത്ത് എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം വരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. എല്ലാവിധമായ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകടമരണങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.